നമസ്കാരം, എല്ലാവർക്കും KS മെന്ററിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആതിര. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ ഒരു സ്ട്രാറ്റജി സിലബസ് ആണ്. അപ്പോൾ മലയാളം എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കേണ്ടത്, അതിൽ നിന്ന് എത്ര മാർക്കാണ് നമുക്ക് കിട്ടുന്നത്, ഈ ഒരു കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ പഠിക്കാം, ഈ ഒരു കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയ്ക്ക് അകത്തുനിന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ടോപ്പിക്സിലോട്ട് നമുക്ക് പോവാം. നോക്കിക്കേ, ടോട്ടൽ ടോപ്പിക്സ് 13 എണ്ണമാണ് നമുക്കുള്ളത്. അതിൽ തന്നെ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലി, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ചേർത്തെഴുതുക, അതുപോലെ തന്നെ സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതുക, ഘടകപദം, ഈ ഇത്രയും 13 ടോപ്പിക്കുകളാണ് നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതിന്ന് ഈ 13 ടോപ്പിക്കുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 10 മാർക്കാണ്. അപ്പൊ അത് നമുക്ക് ഈ പറയുന്നതെല്ലാം നമ്മുടെ എക്സാമിന് കണ്ടുവരുന്ന ഈ ഭാഗത്തു നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നതാണ് അല്ലെ. ഒറ്റപ്പദത്തിൽ നിന്നും പദശുദ്ധിയിൽ നിന്നും അതുപോലെ തന്നെ ഘടകപദത്തിൽ നിന്നും വചനത്തിൽ നിന്നും ഒക്കെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ്, കൂടുതലും എനിക്ക് തോന്നുന്നു നമ്മുടെ ഒറ്റപ്പദമൊക്കെ ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഒറ്റപ്പദം, അതുപോലെ തന്നെ സ്ത്രീലിംഗം, പുല്ലിംഗം, അതുപോലെ തന്നെ വചനത്തിൽ തന്നെ പൂജക ബഹുവചനം അല്ലെ. ഈ കാര്യങ്ങളെല്ലാം ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പര്യായം ഇപ്പൊ ഈ കഴിഞ്ഞ KS പരീക്ഷയുടെ ചോദ്യ പേപ്പറിനകത്ത് നമുക്ക് പര്യായത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗങ്ങളൊന്നും തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്, നമ്മുടെ എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ആദ്യം സിലബസ്, നമ്മുടെ മലയാളം സിലബസ് എന്താണെന്നുള്ളത് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുക. അപ്പൊ അടുത്ത് നോക്കിയേ, ഞാനിപ്പോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാല് മുൻവർഷ ചോദ്യങ്ങളിൽ നിന്നുള്ള കുറച്ചു ഭാഗങ്ങളാണ്. അപ്പം ഓരോ പാർട്ടിയിൽ നിന്ന്, ഇപ്പൊ പദശുദ്ധി ആണെങ്കിൽ പദശുദ്ധിയുടെ ഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻ നിങ്ങളെ പരിചയപ്പെടുത്തുക. അതുപോലെ വാക്യശുദ്ധിയുടെ ഭാഗത്ത് നിന്ന്, ഒരുപാടൊന്നും ഇല്ല കേട്ടോ, നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരാം എന്നുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇപ്പൊ പദശുദ്ധിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യ മാതൃക എന്ന് പറഞ്ഞിട്ട് നോക്കിയേ, ശരിയായ പദം കണ്ടെത്തുക. ഈ ശരിയായ പദം കണ്ടെത്തുക എന്നുള്ള രീതിയിൽ പദശുദ്ധി ഭാഗത്ത് നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ നോക്കിയേ, തെറ്റായ പദം ഏത്, ശരിയായ പദം കണ്ടെത്തുക, തെറ്റായ പദം കണ്ടെത്തുക, ഈ ഒരു രീതിയിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ തരുന്നത്. നോക്കിയേ, ഈ ഢ, ഇണ്ട, ഇതൊക്കെ നമുക്ക് ഒരുവിധം നമ്മൾ പറയുന്നത് പോലെ തന്നെ എഴുതുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള തെറ്റുകൾ നമുക്ക് വരാൻ സാധ്യതയുള്ളത് അല്ലെ. അപ്പം നമ്മൾ ഇതിന് എന്താ പറയാ, നല്ല രീതിയിൽ ഉച്ചാരണം നമ്മൾ ആദ്യം കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. ഉച്ചാരണം കറക്റ്റ് ആക്കിയാൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ എങ്ങനെയാണ് ഇത് എഴുതുന്നത് കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഒരുപാട് കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ നമുക്ക് അതിലേക്ക് പഠിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ യാദൃച്ഛയ, ലജ്ജ, പ്രവൃത്തി, ഹാർദവം, ഇതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് തെറ്റായ പദമാണ് ചോദിച്ചത്. നമുക്ക് അറിയാല്ലേ, ഹാർദവം എന്ന് നമ്മൾ പറയാറില്ല. എന്താ പറയാറുള്ളത്? ഹാർദം എന്നാണ് പറയാറുള്ളത്. അപ്പൊ ഹാർദവമല്ല, ഹാർദം എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാറ്. അപ്പോൾ 1-2-3 ശരിയായിട്ടുള്ള പദങ്ങളും കൊടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു തെറ്റായ പദവും കൊടുക്കും. അപ്പൊ എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ശരിയായ പദമോ അല്ലെങ്കിൽ തെറ്റായ പദമോ ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് ചോദിക്കും. ആ ഒരു രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അടുത്ത നോക്കിയേ, ശുദ്ധമായ പ്രയോഗമേത്. ഇതും പദശുദ്ധി ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യം തന്നെയാണ്. ചോദ്യത്തിന്റെ സ്ട്രക്ചർ മാറിയത് കണ്ടോ, ശുദ്ധമായ പ്രയോഗം ഏതെന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതില് നമ്മളെ കൺഫ്യൂഷൻ അടുപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളായിരിക്കും തന്നേക്കുന്നത്. അപ്പം ഇത് കണ്ട് നമ്മൾ ഒരിക്കലും ടെൻഷൻ ആകരുത്. നമുക്ക് കറക്റ്റ് ഒരു പ്രാക്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മലയാളത്തിന് എങ്ങനെ എഴുതാം അല്ലെങ്കിൽ എങ്ങനെ ഉച്ചരിക്കാം എന്ന് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഭാഗമൊക്കെ നമുക്ക് വളരെ ഈസിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പോവാം. അപ്പോൾ അതിനൊരു ഡൗട്ടും നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് നല്ലൊരു കോച്ചിങ് തന്നെ കിട്ടും ഇതിന്റെ. അതായത് നമ്മുടെ മലയാളം ഭാഗം എന്തായിരുന്നാലും ആ ഒരു 10 മാർക്ക് നമുക്ക് കളയാൻ പറ്റില്ല. ഓക്കെ, ആ 10 മാർക്ക് നമുക്ക് വേണം അല്ലേ. അടുത്ത് നോക്കിയേ, ശരിയായ രൂപം ഏതെന്നുള്ളതാണ്. അപ്പൊ എന്നിട്ട് ഇതെല്ലാം പദശുദ്ധി ഭാഗത്തു നിന്ന് വരുന്നതാണ്. ഓരോ നമ്മളെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള പദങ്ങൾ ചേർത്തിട്ട്, അക്ഷരങ്ങൾ ചേർത്തിട്ടായിരിക്കും
നമുക്ക് ഓപ്ഷൻസ് ഒക്കെ തരുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കുക. ഇനി നോക്കിയേ, നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന്റെ ബാച്ച് ഈ മാസം 9-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ജൂൺ 9-ാം തീയതി നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സെക്രട്ടേറിയറ്റിന്റെ ആ ഒരു പ്രിലിംസ് അല്ലെ, ആ ഒരു എക്സാം ഒക്കെ നിങ്ങൾ എഴുതിയിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ കുറച്ചും കൂടെ നിങ്ങൾക്കൊരു എന്താ പറയാ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. 9-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ ഒട്ടും ദൂരത്തല്ല, നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാൻ അവസരമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ അങ്ങനെ അറിയാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓഫീസിലെ കോൺടാക്ട് ചെയ്യുക. ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അവർക്കും ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്താലും മതി, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എങ്ങനെയാണോ നിങ്ങൾക്ക് ഓക്കെ ആവുന്നത് ആ ഒരു രീതിയിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അടുത്ത നോക്കിയേ, നമ്മുടെ അടുത്ത ഭാഗം വാക്യശുദ്ധി എന്നുള്ള ഭാഗമാണ്. അപ്പോൾ അതില് നമുക്ക് ഇതേപോലെ തന്നെ പല സ്ട്രക്ചറിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാം. വാക്യപ്രയോഗം കണ്ടെത്തൽ, ശരിയായ വാക്യപ്രയോഗം കണ്ടെത്തൽ, തന്നിരിക്കുന്ന വാക്യത്തിലെ തെറ്റായ ഭാഗം ഏത്, ഈ ഒരു രീതിയിലെല്ലാം നമ്മളോട് ചോദ്യം ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്താ അത് വായിക്കുക, കറക്റ്റ് ആയിട്ട് വായിക്കാൻ നോക്കുക. ആദ്യം മദ്യം തൊട്ടാൽ രുചിക്ക ചെയ്യരുത് അല്ലെ, മദ്യം തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത്, മദ്യം തൊട്ട് രുചിക്ക ചെയ്യരുത്, മദ്യം തൊടുകയോ രുചിച്ചിട്ടോ ചെയ്യരുത്. അപ്പൊ ഇത്രയും രീതിയിൽ നമുക്ക് എന്താ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. മദ്യം തൊട്ടാൽ എന്ത് ചെയ്യുക, മദ്യം തൊട്ടാൽ രുചിക്ക ചെയ്യരുത്, അങ്ങനെ നമ്മൾ പറയാറില്ലല്ലോ. മദ്യം തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത്, ഈ രീതിയിലല്ലേ നമ്മൾ പറയാറ്. അപ്പൊ ശരിയായിട്ട് അതിന്റെ ഉച്ചാരണം എങ്ങനെയാന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് കുറച്ചും കൂടെ ഇതിനകത്ത് നല്ലൊരു രീതി കേട്ടോ. അടുത്ത നോക്കിയേ, തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏത്, എന്നിട്ട് സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ ഓരോ കുട്ടികളും ശ്രദ്ധിക്കണം, ഈ രീതിയിലൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നമുക്ക് തന്നേക്കുന്ന വാക്യം എന്താണോ അത് വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതിലെ തെറ്റായ വാക്യം ഏത്, വേറൊരു രീതിയിലാണ് വന്നേക്കുന്ന ക്വസ്റ്റ്യൻ. അതുപോലെ ശരിയായ വാചകം ഏത്. അപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പം നമ്മൾ ഒട്ടും പേടിക്കണ്ട കേട്ടോ. അടുത്ത പരിഭാഷ. ഞാനിപ്പോ ഓടിച്ചോടിച്ച് പറയുന്നത് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് ആഴത്തിലോട്ട് ഇറങ്ങാത്തത് അതുകൊണ്ടാണ്. അപ്പൊ പരിഭാഷാ ഭാഗവും നമുക്ക് ഒന്നെങ്കിൽ ഒരു ഇംഗ്ലീഷ് വേർഡ് നമുക്ക് തരും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മലയാളത്തിലുള്ള ഒരു വാക്കോ നിങ്ങൾക്ക് തരും. എന്നിട്ട് അതിന്റെ പരിഭാഷ അല്ലെങ്കിൽ തർജ്ജമ അല്ലെങ്കിൽ വിവർത്തനം, ഈ രീതിയിലെല്ലാം നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ പരിഭാഷ എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ തർജ്ജമ എന്ന് പറഞ്ഞാലും വിവർത്തനം എന്ന് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും അല്ലെ, ഇങ്ങനെ പറഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കുക അതെന്താണ്, പരിഭാഷയാണ്. പരിഭാഷയുടെ മറ്റ് വാക്കുകളാണ് തർജ്ജമ എന്നും വിവർത്തനം എന്നും ഒക്കെ പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ എപ്പോഴും അതിന്റെ പര്യായങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ മറ്റ് പദങ്ങളും കൂടെ പഠിച്ചു വെക്കാനായിട്ട് നോക്കുക. അത് നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗപ്പെടും. അപ്പൊ ഇങ്ങനെ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് കഴിഞ്ഞ് നോക്കിയേ, ശൈലിയുടെ ഭാഗത്ത് നിന്നും ഒരു പരിഭാഷാ രീതിക്ക് തന്നെയാണ് നമ്മളോട് ചോദിക്കുന്നത്. ശൈലിയുടെ ഭാഗത്ത് ഇപ്പോൾ ഇംഗ്ലീഷിലുള്ള ഒരു ശൈലിയോ അല്ലെങ്കിൽ മലയാളത്തിലുള്ള ഒരു ശൈലിയോ തന്നിട്ട് നമ്മളോട് ചിലപ്പോൾ അതിന്റെ അർത്ഥം ചോദിക്കും, അല്ലെങ്കിൽ അതിന്റെ ആശയം ചോദിക്കും. ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അടുത്ത നോക്കിയേ, നമ്മുടെ SI മെയിൻസിന്റെ ബാച്ച് 11-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാസം 11-ാം തീയതി SI മെയിൻസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പ്രിലിംസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചും കൂടെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാനായിട്ട് വിട്ടുപോയതാട്ടോ. അപ്പൊ നമ്മുടെ ബാച്ചസ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി ബാച്ചുകളാണ്. അതായത് മെന്റേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ, എല്ലാ സബ്ജക്ട്സും നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ SI മെയിൻസിന്റെ റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് 255-ൽ 51 പേരും KS മെന്ററിലെ വിദ്യാർത്ഥികളായിരുന്നു. അപ്പൊ ആ ഒരു സന്തോഷം നമുക്ക് ഉണ്ട്. അപ്പം അത്രത്തോളം നല്ലൊരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്നത് കൊണ്ടാണല്ലോടാ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്രത്തോളം വിജയം
എന്താ ഉണ്ടായത്. അപ്പൊ അവര് നല്ലൊരു ഹാപ്പി മൂഡിലൊക്കെ ആയിരുന്നു. ഇപ്പം ഭയങ്കര സന്തോഷമായി. അവർക്കും ഞങ്ങൾക്കും ഒരുപോലെ സന്തോഷമുണ്ട്. അപ്പൊ അത്രത്തോളം നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയല്ലോ. അതുപോലെ തന്നെ 2021 KESന്റെ എന്താ പറയുക റാങ്ക് ലിസ്റ്റ് വന്ന സമയത്തും നമ്മുടെ കുട്ടികളായിരുന്നു 105-ല് 73 പേരും നമ്മുടെ KS മെന്ററിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ അത്രത്തോളം നല്ലൊരു വിജയം ഉറപ്പാക്കാൻ കഴിയുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ ബാച്ചുകളൊന്നും തന്നെ നിങ്ങൾ മിസ് ചെയ്യരുത്. SI മെയിൻസ് ആണെങ്കിലും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിന്റെ മെയിൻസ് ആണെങ്കിലും ഏത് ബാച്ച് ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പം അതിന്റെ മറ്റു ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ നമ്പറിൽ ഓഫീസിൽ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി കേട്ടോ. അപ്പം എന്തായിരുന്നാലും അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചിരുന്നാൽ മതി. അടുത്ത നോക്കിയാൽ നമ്മൾ ശൈലി പറഞ്ഞു, പരിഭാഷ പറഞ്ഞു, നേണ്ടേ പഴഞ്ചൊല്ല് ഭാഗത്ത് നിന്നും ശൈലി പോലെ തന്നെയാണ്. എങ്ങനെയാ വരുന്നതെന്ന് നോക്കി. ഒരു പഴഞ്ചൊല്ല് നമുക്ക് തരും, ഇംഗ്ലീഷിലുള്ള ഒരു പ്രോവർബ് തരും, അതിന് സമാനമായിട്ടുള്ള പഴഞ്ചൊല്ല് മലയാളത്തിലെ ഏതെന്ന് ചോദിക്കും. അങ്ങനെ വരും. പിന്നെ ഒരു എന്താ പറയാ ഒരു പഴഞ്ചൊല്ല് മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ല് തരും, എന്നിട്ട് അതിന്റെ ആശയം എന്തെന്ന് ചോദിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇനി ചേർത്തെഴുതുക, പിരിച്ചെഴുതുക, ഘടകപദം. അപ്പൊ ഇതെന്ന് പറയുന്നത് തമ്മിൽ കണക്റ്റ് ആണ്. അത് ഞാൻ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കണ്ണീർ എന്ന പദം പിരിച്ചെഴുതിയാൽ LDC 2024 ചോദിച്ച ക്വസ്റ്റ്യനാ. കണ്ണീർ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതും നമ്മള്? കണ്ണധികം നീറല്ലേ കണ്ണീർ അല്ലേ? അത് നോക്കിയേ, അത് തന്നെ ചേർത്തെഴുതിയാലോ? കണ്ണധികം നീർ കണ്ണീർ. ഇനി അതിനെ ഘടകപദങ്ങളാക്കിയാലോ എങ്ങനെ വരും? കണ്ണീറിനെ ഘടകപദങ്ങളാക്കിയാൽ കണ്ണെന്നും നീരെന്നും വരും. അപ്പൊ ഇത്രയും രീതിയിൽ നമുക്ക് ഈ മൂന്നും ഒരുമിച്ച് പഠിച്ചു പോകാം. ഈ സന്ധിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സന്ധിയും കൂടെ ചേർത്ത് പഠിച്ചു പോവാം. അപ്പോൾ ഈ ഒരു രീതിയിൽ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻസ് കണ്ടാൽ നമ്മൾ ഒട്ടും പതറില്ല. നല്ല രീതിയിൽ നമുക്ക് എക്സാം മേടിക്കാം. ഒരു മാർക്ക് നമുക്ക് നഷ്ടപ്പെടുത്തില്ല കേട്ടോ. ഇനി നമുക്ക് ഒറ്റപ്പദം, ഈ പദശുദ്ധിയൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒറ്റപ്പദം കൂടെ എൻ്റെ കൂടെ ചേർത്ത് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ വിപരീത പദം, ഒരു പദം തന്നിട്ട് അതിന്റെ വിപരീതം ചോദിക്കും. അതുപോലെ തന്നെ പര്യായം ഏതെങ്കിലും ഇപ്പൊ ഒരു പക്ഷിയുടെയോ അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെയോ ഒക്കെ പേര് തന്നിട്ട് ഇപ്പൊ ഇപ്പം ആനയുടെ പര്യായ പദങ്ങൾ ചോദിക്കും. അതുപോലെ തന്നെ സൂര്യന്റെ പര്യായ പദങ്ങൾ ചോദിക്കും, കടലിന്റെ പര്യായ പദങ്ങൾ ചോദിക്കും. അപ്പൊ ഈ ഒരു രീതിയിലെല്ലാം നമുക്ക് പര്യായ പദങ്ങൾ ചോദിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സമാന പദം ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. അപ്പൊ ആ ഒരു രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ തന്നെ സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, ഇതൊക്കെ നമുക്ക് എളുപ്പമാണ്. പഠിക്കേണ്ട രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഈസിയാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് പരീക്ഷയിൽ ആ ഒരു മാർക്ക് പോകുന്നുള്ള ഒരു പേടിയും നിങ്ങൾക്ക് വരില്ല. ഇനി നമ്മൾ കൂടുതലായിട്ടും ഏതൊക്കെ ഭാഗങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പൊ ഈ സ്ത്രീലിംഗം പുല്ലിംഗത്തിൽ നിന്ന് തന്നെയാണ്. ഇപ്പൊ ഒരു സ്ത്രീലിംഗത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പദം തന്നിട്ട് അതിന്റെ പുല്ലിംഗം ഏതെന്ന് ചോദിക്കും. അല്ലെങ്കിൽ പുല്ലിംഗമായിട്ടുള്ള ഒരു പദം തന്നിട്ട് സ്ത്രീലിംഗം ഏതെന്ന് ചോദിക്കും. അതുപോലെ പര്യായം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പര്യായമൊക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഭാഗങ്ങളാണ്. വളരെ വരും എന്ന് ഉറപ്പുള്ള ഭാഗമാണ് ഈ പര്യായമൊക്കെ. പരിഭാഷയും അതുപോലെ തന്നെയാണ്. ഇതൊന്നും നമുക്ക് ഒഴിവാക്കി പോവാനായിട്ട് പറ്റത്തില്ല. മലയാളം സിലബസിൽ ഈ ഒരു ഭാഗങ്ങൾ ഒട്ടും തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. വിപരീത പദവും അതുപോലെയാണ്. പദശുദ്ധിയും വാക്യശുദ്ധിയും വളരെ അധികം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ്. പിന്നെ ഒറ്റപ്പദം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇത്രയും ഭാഗങ്ങൾ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു തന്നെ വെക്കുക. ഇനി നമ്മൾ എങ്ങനെ പഠിക്കണം? എങ്ങനെ പഠിക്കണമെന്ന് ചോദിക്കുന്നതിന്റെ ഉത്തരങ്ങളാണ് ഞാൻ ഈ കൊടുത്തേക്കുന്നത്. സമാന രീതിയിലുള്ള ഭാഗങ്ങൾ ഒരുമിച്ച് പഠിച്ചു പോവുക. എന്താണ് ഈ സമാന രീതിയിലുള്ള ഭാഗങ്ങൾ? ഞാനിപ്പോ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? നമ്മൾ ഈ പിരിച്ചെഴുത്ത്, ചേർത്തെഴുത്ത്, ഘടകപദം, സന്ധി, ഇതൊക്കെ നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റും. അതുപോലെ ഈ പദശുദ്ധിയും ഒറ്റപ്പദവും നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റും. അപ്പോ അങ്ങനെ വരുന്ന രീതിയിലുള്ള ഭാഗങ്ങൾ നമ്മൾ ഒരുമിച്ച് തന്നെ പഠിച്ചു പോവുക. അത് ഒരുമിച്ച് പഠിച്ചാൽ നമുക്കൊരു കണക്ഷൻ കിട്ടും. അതുകൊണ്ടാണ്.
അടുത്ത നോക്കിയേ, മുൻവർഷ ചോദ്യോത്തരങ്ങൾ ചെയ്ത് പഠി. അതിന്റെ പ്രത്യേകിച്ച് നമ്മളോട് പറയേണ്ട ആവശ്യമില്ല അല്ലേ? നമ്മളെല്ലാം പണ്ടത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് വരുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത് പുതിയ കാര്യമല്ല. അപ്പം മുൻവർഷ ചോദ്യോത്തരങ്ങൾ നമ്മൾ ചെയ്ത് പഠിക്കുക. പിന്നെ PSCയുടെ പാറ്റേൺ ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് അല്ലേ? ഒരു കുറെ നാളുകൾക്ക് മുമ്പേ PSC എന്ന് പറയുന്നത് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ പിന്നെയും ചോദിക്കുന്ന ഒരു അവസ്ഥയിലോട്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഒരുപാട് കുട്ടികൾ വിജയം നേടാനും അല്ലെങ്കിൽ അവർക്ക് ജോലിയിൽ പ്രവേശിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തില് അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും പുതുതായിട്ട് നമ്മൾ പഠിക്കണം. അപ്പൊ ആ ഒരു രീതി തന്നെ നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി കൊണ്ടുപോവുക. എങ്കിൽ മാത്രമേ നമുക്കൊരു വിജയം കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ നെഗറ്റീവ് അടുപ്പിക്കുകയല്ല, നിങ്ങളോട് ഇപ്പം കറന്റ് എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമുക്കത് ഈ മലയാളം ഭാഗം വെച്ചിട്ട് നമുക്കൊരു ടെൻഷനും വേണ്ട കേട്ടോ. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ തന്നെ പഠിക്കാം. ഇനി നോക്കിയേ, പുതിയ പദങ്ങൾ പരിചയപ്പെടുക. ഈ പുതിയ പദങ്ങളെ ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ പറയും, നാളെ വരുമ്പോഴത്തേനും ഒരു 10 പുതിയ വാക്ക്, അതിപ്പോ മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അതിന്ന് എഴുതിക്കൊണ്ട് വരാൻ പറയും. ചിലപ്പോൾ നമ്മുടെ ടെസ്റ്റ് റെഫറൻസ് എന്തെങ്കിലും പറയും, ടെക്സ്റ്റ് ചെയ്ത് നോക്കി എഴുതിക്കൊണ്ട് വരാൻ പറയും. അല്ലാന്നുണ്ടെങ്കിൽ പുതിയ പദങ്ങൾ കണ്ടുപിടിച്ച് എഴുതിക്കൊണ്ട് വരാൻ പറയും. അപ്പോ ഇത് ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നല്ലോ. എന്തിനാ ടീച്ചർ ഇങ്ങനെ വെറുതെ പറയുന്നത്? ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലല്ലേ. അപ്പൊ അതിന്റെ ഒരു കാര്യം ഇപ്പോഴാണ് നമുക്ക് പിടികിട്ടുന്നത്. നമ്മൾ പുതിയ പുതിയ വാക്കുകൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സ് അങ്ങനെ പറഞ്ഞിരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയണം, എൻ്റെ ടീച്ചർ എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളും പുതിയ പദങ്ങളെ പരിചയപ്പെടുക. ഇപ്പൊ വാർത്ത അല്ലെങ്കിൽ പത്രം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളിൽ ആരും അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പക്ഷെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു പോർഷൻ വരുമ്പോൾ എല്ലാവരും പത്രത്തിലോട്ട് പോകും അല്ലെ? വാർത്തകൾ കാണാനും പത്രം വായിക്കാനും ഒക്കെ ശ്രമിക്കും. പത്രം വായിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഈ അച്ചടി ഭാഷ എന്ന് പറയുന്നത് എല്ലാം കറക്റ്റ് ആവണമെന്നില്ലല്ലോ. അപ്പൊ അച്ചടിയിലും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വരും. അപ്പൊ അങ്ങനെ വരുന്നത് നമുക്ക് പഠിക്കുന്ന സമയത്ത്, ഈ പദശുദ്ധിയൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ വരുന്ന വാക്കുകളുടെ തെറ്റ് നമുക്കിപ്പം ഒരു നോവലോ അല്ലെങ്കിൽ ഒരു ചെറുകഥയോ അല്ലെങ്കിൽ ഇപ്പം പത്രം, മലയാള മനോരമയാണെങ്കിലും മാതൃഭൂമി ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് അവിടെ വരുന്ന തെറ്റുകൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. വായനാവാരം, ഇത് കണ്ടോ? നമ്മൾ സാധാരണ എങ്ങനെയാ പറയുന്നത്, ഇങ്ങനെയാണ് എഴുതുന്നത്. അച്ചടി നമുക്ക് അച്ചടി ഭാഷയിൽ നോക്കിയാലും പത്രത്തിലൊക്കെ വരുമ്പോൾ വായനാവാരം ആഘോഷിച്ചു എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പൊ ഈ വാക്കെന്ന് പറയുന്നത്, ഈ പദം തെറ്റാണ്. അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? വായന എന്ന് പറയുന്ന ഈ ഒരു ദീർഘം അവിടെ ആവശ്യമില്ല. വായന വാരം, ഇത് മതിയടാ അവിടെ. ഇതല്ലാതെ ഇവിടെ ഈ ദീർഘം നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള തെറ്റുകൾ നമുക്ക് എവിടെ കാണാൻ പറ്റും? പത്രത്തിൽ കാണാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ അച്ചടി, ഇപ്പൊ പത്രം വായിക്കുക, കൈ കിട്ടുന്ന എന്താണെങ്കിലും, എന്ത് ബുക്സ് ആണെങ്കിലും നിങ്ങൾ വായിച്ചു തന്നെ പോവുക. കാരണം വായിക്കുന്നതിലൂടെ നമ്മൾ കുറേ ഇമ്പ്രൂവ് ആവും. അപ്പൊ പുതിയ പദങ്ങൾ പരിചയപ്പെടാനും ആ പദങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനും നമ്മൾ പ്രാപ്തരാകും. അപ്പൊ അത് ചെയ്യുക. പിന്നെ നിഘണ്ടു ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ വായിച്ചു പോവുക. നിഘണ്ടു വായിക്കുമ്പോൾ ഒരുപാട് പുതിയ പദങ്ങൾ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. ഈ ശബ്ദധാരാവലിയൊക്കെ ഇല്ലേ, അപ്പൊ അതൊക്കെ ഒന്ന് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്ക് കേട്ടോ. നോക്കിയേ, നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ബാച്ച് 2026 ഡിഗ്രി പ്രിലിംസ് ബാച്ച് ജൂലൈ 2-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസ് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് പഠിച്ചു പോകണമെന്നുണ്ട്. ഒരുപാട് ആഗ്രഹമുണ്ട്. എനിക്ക് പുതുതായിട്ട്, ഞാൻ ആദ്യമായിട്ട് പഠിക്കാൻ പോകണം, അങ്ങനെ പുതുതായിട്ട് PSCക്കൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും അല്ലേ? അപ്പം ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും പുതുതായിട്ടുള്ളവരൊക്കെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് പുതിയൊരു കോച്ചിങ്, ഇതുവരെ ഇത്രയും നാളായിട്ട് കോച്ചിങ്ങിന് പോയിട്ടില്ല, അപ്പോൾ ഒരു കോച്ചിങ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. അപ്പൊ അത്രയും നല്ലൊരു ബാച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി കീപ്പ് ചെയ്തിട്ട് നിങ്ങളെ ആ ഒരു രീതിയിൽ പഠിപ്പിച്ച് ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പൊ സ്മാർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട്
ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഇതിനെക്കുറിച്ച് നമ്മുടെ KS മെന്ററിന്റെ ക്ലാസ്സുകളെ കുറിച്ചൊക്കെ അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്.